ജ്ഞാനോപദേശം സിദ്ധിച്ച പ്രദേശങ്ങൾക്ക് അവർ പിന്നീട് ഗൃഹസ്ഥാശ്രമികളായി ജീവിച്ചതിനാൽ ആത്മജ്ഞാനം വിസ്മൃതമായി എന്ന് പറയാണ്. ഗൃഹസ്ഥാശ്രമ വൃത്തി ആത്മജ്ഞാനികൾക്ക് വിഷമകരമാണെന്ന് ഈ കഥ അനുസ്മരിക്കുകയാണ്. പക്ഷെ അതിന് നേരെ തിരിച്ച് കടന്നു കൊടുക്കുക. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ശ്രീ ശിവബ്രഹ്മത്തോട് ചോദിക്കുകയാണ്, പരമഭക്തനായ പ്രിയവ്രത മഹാരാജാവ് ആത്മാരാമനായിരുന്നിട്ടും മനോവിക്ഷോഭങ്ങൾക്ക് കാരണമായിരുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ എന്തുകൊണ്ടാണ് പ്രവേശിച്ചത് എന്ന് ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, രാജാവേ, അങ്ങ് പറയേണ്ടത് ശരിയാണ്. പ്രിയവ്രത രാജാവ് വലിയ ഭക്തനായിരുന്നു. ആ ശ്രീ നാരദനെ സേവിച്ച് പരമാർത്ഥ തത്വബോധം സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. ആത്മചിന്തനത്തിൽ സമയം ചെലവഴിച്ചതുകൊണ്ട് രാജ്യഭാരം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ സ്വയംഭൂമന് വിചാരിച്ചിരുന്നു തൻ്റെ മകനെ രാജ്യഭാരം ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയംവ്രതനാവട്ടെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ജഗത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അപകടമായി തീരോ എന്ന് കണ്ടറിഞ്ഞിട്ടാണ് അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ബ്രഹ്മാവ് ഒരു ദിവസം പാർഷദന്മാരോടൊപ്പം ആ സത്യലോകത്തിൽ നിന്ന് പ്രിയവ്രതൻ്റെ അടുത്തെത്തി. നാരദ മഹർഷിയും പിതാവായ സ്വയംഭൂമനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബ്രഹ്മാവിനൊക്കെ വണങ്ങി പ്രിയവ്രതനോട് ബ്രഹ്മാവ് പറഞ്ഞു, ജീവൻ മുക്തന്മാർക്ക് പോലും സ്വന്തം പ്രാരാബ്ധം അനുഭവിച്ച് തീർക്കണം എന്ന് പറയാണ്. അവർക്ക് അതില്ലാതെ പറ്റില്ല അങ്ങനെ. പക്ഷേ അവർ സ്വദേഹത്തിൽ അഭിമാനിക്കുന്നില്ല. ഞങ്ങളും ഈശ്വരാജ്ഞ അനുസരിച്ചിട്ട് അപ്പപ്പോൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടും എന്നാൽ കർമ്മസങ്കല്പമില്ലാതെയും ജീവിക്കുന്നവരാണ്. ഒരു കർമ്മത്തിലും ഒട്ടതില്ല, അതാണ് പറയുന്നത്. ഒരു ഒട്ടതില്ലാതെയാണ് അവർ ജീവിച്ചിരുന്നത്. ആത്മാരാമന്മാരായ ജിതേന്ദ്രിയർ ഗൃഹസ്ഥാശ്രമികളായിരുന്നാലും അവർക്ക് ഒരു ദോഷം ഉണ്ടാവില്ല എന്ന് പറയാണ്. കാമക്രോധാദികളെ ജയിക്കേണ്ടവർ ഗൃഹത്തിൽ വെച്ച് തന്നെ അതിനെ ജയിച്ചതിന് ശേഷം പിന്നീട് എവിടെ വേണമെങ്കിൽ അവർക്ക് സഞ്ചരിക്കാം. അവരുടെ മനസ്സ് ഈശ്വരൻ്റെ ആണ്. അവരുടെ കർമ്മം ഏത് ചെയ്യാനും അവർ ഈശ്വരാരാധനയോട് കൂടി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിസ്സംഗഭാവേന ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറയാണ്. അപ്പോൾ പ്രിയവ്രതൻ മഹാത്മാക്കളുടെ ആജ്ഞയെ അനുസരിക്കേണ്ടതാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ആഗ്രഹപ്രകാരം രാജഭാരം ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ വിശ്വകർമാവിൻ്റെ പുത്രിയായ ബൃഹസ്പതിയെ അദ്ദേഹം വിവാഹം ചെയ്തു. ആത്മനിഷ്ഠയെ മറക്കാതെ വളരെ കാലം രാജ്യം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ദമ്പതിമാർക്ക് 10 പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായി. ആ പുത്രിയെ ഊർജ്ജസ്വതി എന്നാണ് പേര്. ആ പുത്രിയെ ശുക്രനെ വിവാഹം ചെയ്തു കൊടുത്തു. അവരുടെ പുത്രിയാണ് ദേവയാനി. ദേവയാനിയുടെ കഥ നവമസ്കന്ധത്തിലാണ് കേൾക്കുക. അങ്ങനെ ഒരിക്കലും ഈ പ്രിയവ്രത മഹാരാജാവ് ഇങ്ങനെ വിചാരിച്ചു, ഈ സൂര്യൻ മേരുപർവ്വതത്തെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഭൂമിയുടെ പകുതി ഭാഗത്ത് ഇരുട്ടാകാം, പകുതി ഭാഗത്ത് പ്രകാശം. അപ്പോൾ അത് പറ്റില്ല എന്ന് വിചാരിച്ച് ഭക്തിയുടെ പ്രകാശം കൊണ്ട് രാത്രി പകലാക്കാൻ കഴിയുമെന്ന് നോക്കാം എന്ന് തോന്നി അദ്ദേഹത്തിന്. അതിനായിട്ട് ഒരു തേജോമയമായ ഒരു തേരിൽ കയറി മറ്റൊരു സൂര്യനെ പോലെ സൂര്യൻ്റെ പുറകെ സഞ്ചരിച്ച് ഇരുട്ട് വരുന്ന ദിക്കിൽ വെളിച്ചവും അങ്ങനെയാക്കി എന്നാണ് പറയുന്നത്. ആ പൃഥ്വിയിലുണ്ടായ അഗാധ ഗർത്തങ്ങളാണ് സപ്തസാഗരങ്ങളായി തീർന്നത്. സൂര്യൻ്റെ പുറകെ വലം വെച്ച് അതുകൊണ്ട് സപ്തദ്വീപങ്ങളുണ്ടായി. ഈ സപ്തദ്വീപങ്ങൾ താഴെ പറയുന്നു: ജംബുദ്വീപ, വൃക്ഷം, കാൽമലി, കുശം, ക്രൗഞ്ചം, ചാകം, പുഷ്കരം. ഇവ ഓരോന്നിൻ്റെയും ചുറ്റി സമുദ്രമുണ്ട്. പ്രിയവ്രതൻ തൻ്റെ മൂത്ത പുത്രനായ ആഗ്നീന്ദ്രനെ ഈ ജംബുദ്വീപിൻ്റെ രാജാവാക്കി. പിന്നീട് ആ നാരദ മഹർഷിയുടെ ശിഷ്യനായ പ്രിയവ്രതന് ക്രമേണ ആ രാജഭരണ കാര്യങ്ങളിലൊക്കെ വിരക്തി വന്നു. അദ്ദേഹം തൻ്റെ ജീവിതം വ്യർത്ഥമാവുമെന്ന് വിചാരിച്ച് എല്ലാം ഉപേക്ഷിച്ച് നിവൃത്തിമാർഗത്തിൽ സ്വീകരിച്ചു എന്ന് പറയാണ്. പിന്നീട് ഒരു പൂർവ്വചിത്തിയുടെ അപ്സരസിന് പറയുക, തീവ്ര ജിജ്ഞാസയായ പരീക്ഷിത് രാജാവിന് അവധൂത പരമഹംസനായ
ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്ന് ഭാഗവതോപദേശം കിട്ടിയതിൻ്റെ ഫലം കൊണ്ട് 7 ദിവസം കൊണ്ട് തന്നെ മോക്ഷപ്രാപ്തനാവാൻ പറ്റി. എന്നാൽ എല്ലാവരുടെയും സ്ഥിതി നിലവിലല്ലോ. എത്ര ഭാഗവതം കേട്ടിട്ട് മോക്ഷം നയിക്കുന്നില്ല. അടിക്കടി തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള പരിശ്രമത്തിൽ പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് പൂർവ്വ സംസ്കാരത്തിൻ്റെ ഇടപെടലുകളോടാണ് നമുക്ക് തടസ്സം വരുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പൂർവ്വ സംസ്കാരത്തെയാണ് പൂർവ്വചിത്തി അപ്സരസ് എന്ന് പറയുന്നത്. അപ്സര മനുഷ്യരെ മിഥ്യാസങ്കല്പ ലോകങ്ങളിലേക്കും മനോരഥങ്ങളിലേക്കും വലിച്ചെടുക്കുകയാണ് പൂർവ്വചിത്തിയുടെ ഇത് പറയുന്നത്. അപ്പോൾ പ്രിയവ്രത രാജാവിൻ്റെ പുത്രനായ അഗ്നീതനെ വലിച്ചത് ഈ അപ്സരസാണ്, പൂർവ്വചിത്തി എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരസ്. അങ്ങനെ അഗ്നീതൻ രാജഭാരം ഏറ്റെടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ തനിക്ക് ഒരു പുത്രൻ ജനിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് മന്ദരാതലത്തിലുള്ള ഒരു ഗുഹയിൽ പ്രവേശിച്ച് ആ ഏകാഗ്ര ചിത്തനായി ബ്രഹ്മദേവനെ ആരാധിച്ചു. ആ ബ്രഹ്മാവ് രാജാവിൻ്റെ ഇച്ഛ അറിഞ്ഞ് തൻ്റെ സദസ്സിലെ ഗായികയായ പൂർവ്വസിദ്ധി എന്ന അപ്സരനെ അങ്ങോട്ട് അയച്ചു. സുന്ദരിയായ അവളെ കണ്ടപ്പോൾ രാജാവിന് മനസ്സിളകി. എത്ര ഇതിൽ പോയാലും ഇത് വിചാരിച്ചാൽ മനസ്സിളകുന്നത് കാണിച്ചു തരുന്നു. സുന്ദരിയായ കാമാർത്ഥനെ പോലെ പലതും സംസാരിച്ചു, അവളെ സന്തോഷിപ്പിച്ചു. പൂർവ്വചിത്തി അപ്സരൻ രാജാവിൻ്റെ ഗുണങ്ങളിലെ മോഹിതയായി ഭോഗസുഖങ്ങൾ പങ്കിട്ടുകയാണ്. രാജാവിന് പൂർവ്വചിത്തിയിൽ 9 പുത്രന്മാരുണ്ടായി. ഈ പുത്രന്മാർ വരുന്നതിന് ശേഷം അവർ അഗ്നിതനെ ഉപേക്ഷിച്ച് ബ്രഹ്മസദസ്സിലേക്ക് തന്നെ തിരിച്ചുപോയി. അത് ഈശ്വര നിയോഗമാവാം. രാജാവിന് എന്നിട്ടും സംസാര സുഖങ്ങളിൽ തൃപ്തി വന്നതുമില്ല. അങ്ങനെ ആ പരമപുരുഷാർത്ഥമായി കരുതിയ രാജാവ് പിതൃലോകത്തെ പ്രാപിച്ചു. ഇവരുടെ മൂത്ത പുത്രനാണ് നാഭി. മേരുദേവിയെ വിവാഹം കഴിക്കും. പുത്രലാഭത്തിനായി ഭഗവാനെ യജ്ഞപുരുഷനെ യജ്ഞാദികളാൽ സന്തുഷ്ടനാക്കി അവർക്ക് ഭഗവത് പ്രീതി മൂലം ജനിച്ച പുത്രനാണ് ഋഷഭൻ. ഇന്നലെ നമ്മൾ കണ്ടു ഋഷഭാവതാരം. ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ 22 അവതാരങ്ങളിൽ ഒന്നാണ് ഈ ഋഷഭാവതാരം. ജൈനധർമ്മത്തിലാണ് ഋഷഭദേവനെ ആദ്യത്തെ തീർത്ഥങ്കരനായിട്ട് പരിഗണിക്കുന്നതെന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഈ ഋഷഭദേവൻ രാജ്യം ഭരിച്ചു. സമത, ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ ഗുണങ്ങളും ബാല്യം മുതൽക്കേ ഋഷഭനിലുണ്ടായിരുന്നു. ഒരിക്കലും ഇന്ദ്രൻ നാഭിയുടെ രാജ്യത്ത് മഴ പെയ്ച്ചില്ല. അപ്പോൾ ഋഷഭദേവൻ യോഗമായ വൈഭവത്താൽ യോഗമായ ആശ്രയിച്ചിട്ട് അവിടെ വേണ്ടത്ര മഴ പെയ്യിച്ചു. പ്രജകളുടെ ആഗ്രഹം അനുസരിച്ച് നാഭി ഋഷഭനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. അജനാഭ വർഷം എന്നാണ് ആ പേരിലാണ് ആ രാജ്യം അറിയപ്പെട്ടത്. ഋഷഭൻ്റെ നാട് അറിയപ്പെട്ടത്. അതാണ് ഭാരതമായിട്ട് മാറുന്നത് ഇപ്പം. പിന്നീട് ഋഷഭദേവൻ ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തിയെ വിവാഹം ചെയ്തു. അവർക്ക് 100 പുത്രന്മാർ ജനിച്ചു. അവരിലെ മൂത്ത പുത്രനാണ് ഭരതൻ. അദ്ദേഹം വളരെ ഗുണവാനും മഹായോഗിയുമായിരുന്നു. ഭരതൻ്റെ കാലം മുതൽക്കാണ് അജനാഭ വർഷം ഭാരതവർഷം എന്ന പേരിൽ പ്രസിദ്ധമായത്. ഭരതരാജാവിൻ്റെ അനുജന്മാരായ 9 പേരും നല്ല ഗുണമുള്ളവരായിരുന്നു. അവരാണ് നവയോഗികളായിട്ട് പിന്നീട് അറിയുന്നത്. അത് ഏകാദശത്തിലാണ് അവരുടെ കഥ നമുക്ക് കേൾക്കാൻ പറ്റുക. കവി, ഹരി, അന്തരീക്ഷൻ, വിപ്രബുദ്ധൻ, വിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമച്ചൻ, ധനഭാജനൻ എന്നിങ്ങനെ 9 പേര്. ബാക്കി 81 പേരും ഭഗവാന്റെ ഇതിൽ അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മനോഹരമായിട്ടൊരു ഋഷഭ ഉപദേശമുണ്ട് ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ ഋഷഭൻ പ്രജാക്ഷേമം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഋഷഭദേവൻ ബ്രഹ്മാവർത്തത്തിൽ പ്രവേശിച്ചു. അവിടെ സന്നിഹിതരായവരൊക്കെ കേൾക്കാൻ പാകത്തിന് സ്വന്തം പുത്രന്മാരോട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ശരീരം ലഭിച്ച
ജീവികളുടെ കടമ ദുഃഖമയമായ വിഷയഭോഗത്തിൽ പെട്ട് കിടക്കുകയല്ല, തപസ് ചെയ്ത് അന്ധകരണം ശുദ്ധമാക്കി ബ്രഹ്മാനന്ദത്തെ പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൽ നല്ലൊരു ശ്ലോകം പറയുന്നുണ്ട്. ഗുരു ന സത്യാൽ സ്വജനോ ന സത്യാൽ പിതാ ന സത്യാൽ ജനനീ ന സത്യാൽ ദൈവം ന തസ്യാൽ ന പതിഷ്ഠ സത്യാൽ നമോ ജയേത്യ സമുദേത മൃത്യു എന്ന് പറയുന്നു. ആ മരണവസ്ത്രത്തിൽപ്പെട്ട ശിഷ്യനെ കരകയറ്റാനാവാത്തൊരു ഗുരുവല്ല എന്ന് പറയാണ്. അന്ധകന്റെ പിടിയിലേക്ക് പോകുന്നവനെ തടഞ്ഞു നിർത്തി നേർവഴി കാണിച്ചു കൊടുക്കാൻ കഴിയാത്ത ബന്ധുവല്ല. പിന്നെ അതുപോലെ തന്നെ ആ നിലയിൽ അതുപോലെ വർത്തിക്കുന്ന പുത്രനെ രക്ഷിക്കാൻ ശക്തനല്ലാത്ത പിതാവ് പിതൃസ്ഥാനം വഹിക്കാനും യോഗ്യനല്ല. കുട്ടികൾക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പിതാവ്, അതിപ്പോൾ ഇവിടെ തെളിവ് കാണുന്നു. അച്ഛൻ കുട്ടികളെ നിയന്ത്രിച്ച് നയിക്കുന്നത്. അതുപോലെ തന്നെ മാതാവ്, ആ മാതൃസ്ഥാനം അങ്ങനെയല്ലാന്ന് പറയാണ്. കുട്ടികളെ നല്ല വഴിക്ക് നയിക്കണം. അതല്ലെങ്കിൽ അങ്ങനെയല്ലാന്ന് പറയാണ്. ഭാര്യയെ മരണമാർഗത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അസമർത്ഥനായ നിർത്താവല്ലാന്നൊക്കെ പറയുന്നു. പിന്നീട് കർമ്മമെല്ലാം ഭഗവത് പൂജയായി അനുഷ്ഠിച്ചുകൊണ്ട് സംസാര രൂപമായ മഹാമോഹത്തിൽ നിന്ന് കരകയറണമെന്ന ഉപദേശം പുത്രന്മാർക്ക് നൽകിയ ശേഷം ഋഷഭദേവൻ ആ ഭരതനെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ടു. ആരെന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. ലോകരുടെ ആക്ഷേപങ്ങളോ ആക്രോശങ്ങളോ ഒന്നും വകവയ്ക്കാതെ ഉന്മത്തനെ പോലെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. യോഗസാധന കൊണ്ട് ജനങ്ങൾ വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കണ്ടപ്പോൾ ഋഷഭദേവൻ അജകര വൃത്തി സ്വീകരിച്ച് ലഭിക്കുന്നതിനെ ഭക്ഷിച്ചുന്ന എന്താ കിട്ടുന്ന വെച്ചാൽ അത് ഭക്ഷിക്കാം. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ വിസർജനാദികൾ ചെയ്യും. അങ്ങനെ കഴിയാൻ തുടങ്ങി. പല അത്ഭുത സിദ്ധികളും അദ്ദേഹത്തിന് സ്വായത്തമായി. എന്നാലും അവിടെ നിന്ന് ശ്രദ്ധിക്കാവട്ടെ, അവയെ സ്വീകരിക്കാവട്ടെ ഒന്നും ചെയ്തില്ല. അവധൂത വേഷത്തിൽ തൻ്റെ ഈശ്വരഭാവത്തെ മറച്ചു വെച്ചുകൊണ്ട് ബ്രഹ്മാനുഭാവത്തിൽ ആമഗ്നായി കഴിഞ്ഞ ഋഷഭദേവൻ ഒടുവിൽ ദക്ഷിണ ഭാരതത്തിലെത്തി. വായിൽ മുഴുവൻ ചരൽക്കല്ലുകൾ നിറച്ച് പാറിപ്പറന്ന ജഡരായി അദ്ദേഹം കർണാടക ദേശത്ത് ചുറ്റി നടന്നു. ഒടുവിൽ കുടക് വനത്തിൽ വെച്ച് കാട്ടുതീയിൽ തൻ്റെ ജഡശരീരത്തെ ഭസ്മമാക്കി എന്ന് പറയുന്നു. അങ്ങനെ ആ ഋഷഭദേവതയ്ക്ക് അവസാനിച്ചുകൊണ്ട് ശ്രീ ശിവബ്രഹ്മജി പറഞ്ഞു, ഇനി ഇത്തരം അവധൂത വ്യക്തിയിൽ സ്വാഭാവികമായി വന്നു ചേരുകയാണ് വേണ്ടത്. കൃത്രിമമായുള്ള അനുകരണമാവരുത്. കൊങ്കണ ദേശാധിപതിയായ അർക്കൻ ഋഷഭദേവനെ അനുകരിച്ചു. ഒരു പാഖണ്ഡനെ പോലെ ചുറ്റി നടന്ന് സ്വധർമ്മം ഉപേക്ഷിച്ച് കൃത്രിമമായി അവധൂതനായി കലികാലത്ത് ഇങ്ങനെ ചിലർ നടക്കും. അവർ അർക്കൻ എന്ന രാജാവിനെ പോലെ സ്വയം കൂരിരുട്ടിൽ പതിക്കും, മറ്റുള്ളവരെ പതിപ്പിക്കുകയും ചെയ്യും. രജോ ഗുണയുക്തന്മാർക്ക് മോക്ഷമാർഗം ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഋഷഭാവതാരം എടുത്തത്. കർമ്മകളങ്കം പുരളാത്ത ബ്രഹ്മസ്വരൂപത്തെ വ്യക്തമാക്കി അവിടെ. ഇനി അങ്ങടെ ആ ഭരതൻ്റെ ചരിതാണ് അനുസ്മരിക്കേണ്ടത്. നല്ല ചരിത്രം.